ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമിനാറ്റീവ് കേസ് ആയിരിക്കും. ജർമ്മൻ ലാംഗ്വേജിലെ 4 കേസിലൊന്നായ നോമിനാറ്റീവ് കേസ്. നമുക്കറിയാവുന്ന പോലെ ജർമ്മൻ ലാംഗ്വേജിൽ മൊത്തം 4 കേസാണുള്ളത്. നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ് ആൻഡ് ഗെനറ്റീവ്. നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിലെ ആദ്യത്തെ പാർട്ടാണ് നോമിനാറ്റീവ്. നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്ന കേസ് നോമിനാറ്റീവ് ആയിരിക്കും. ഈ വീഡിയോ നമ്മൾ 3 പാർട്ടായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ പാർട്ടായിരിക്കും വാട്ട് ഈസ് നോമിനാറ്റീവ് ആൻഡ് നോമിനാറ്റീവ് വെർബ്സ്. എന്താണ് നോമിനാറ്റീവ്, ഏതൊക്കെയാണ് നോമിനാറ്റീവ് വെർബ്സ് എന്നായിരിക്കും നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ പാർട്ടിലെ ഒന്നാമത്തെ ചോദ്യമായ വാട്ട് ഈസ് നോമിനാറ്റീവിലേക്ക് കിടക്കുകയാണ്. എന്താണ് നോമിനാറ്റീവ്? ഓക്കെ, നമുക്കതിനെ 3 ഡെഫിനിഷനായി നമുക്ക് തിരിക്കാം. അതിലെ ഒന്നാമത്തെ ഡെഫിനിഷൻ, ദി നോമിനാറ്റീവ് ഇൻ എ സെൻറ്റൻസ് represent a person or thing doing an action. The nominative in a sentence represent a person or a thing doing an action. ഒരു വാക്യത്തിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെയാണ് സെന്റൻസിലെ നോമിനാറ്റീവ് സൂചിപ്പിക്കുന്നത്. ഒരു സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെ ആയിരിക്കും സെന്റൻസിലെ നോമിനാറ്റീവ് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു 3 എക്സാമ്പിൾ നോക്കാം. ഐ റീഡ് ബുക്ക്. ഐ റീഡ് ബുക്ക്. ഞാൻ ബുക്ക് വായിക്കുന്നു. അപ്പോൾ നമ്മളത് ജർമ്മനിൽ എങ്ങനെ പറയും? ഇഷ് ലേസെ ബുക്ക്. ഇഷ് ലേസെ ബുക്ക്. ഇതിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആരാണ്? ഞാൻ. അപ്പോൾ ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ഞാൻ. ഒരു സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി, ഈ സെന്റൻസിലെ പ്രവർത്തിക്കുന്നത് ഞാനാകുന്നു. അടുത്തൊരു എക്സാമ്പിൾ, ഹി ഡു ഹോംവർക്ക്. എങ്ങനെ പറയും? എർ മാഹ്റ്റ് ഹൗസ് ഓഫ് ഗാബൻ. എർ മാഹ്റ്റ് ഹൗസ് ഓഫ് ഗാബൻ. അപ്പം ഈ സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആരാണ്? എർ, അവൻ. ഹോംവർക്ക് ചെയ്യുന്നത് ആരാണ്? അവൻ. ഈ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി അവൻ. അപ്പോൾ ഈ സെന്റൻസിലെ നോമിനാറ്റീവ് അവൻ. മറ്റൊരു എക്സാമ്പിൾ കൂടെ നമ്മൾ നോക്കുകയാണ്. വി ലേൺ ജർമ്മൻ. വി ലേൺ ജർമ്മൻ. വിയർ ലേണൻ ഡോയ്ച്ച്. വിയർ ലേണൻ ഡോയ്ച്ച്. ഈ സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആരാണ്? ഞങ്ങൾ. വിയർ. അപ്പോൾ ഈ സെന്റൻസിലെ നോമിനാറ്റീവ് വിയർ. അപ്പം ഇതാണ് ഒന്നാമത്തെ ഡെഫിനിഷൻ. ഒന്നുകൂടെ പറയുകയാണ്. ദി നോമിനാറ്റീവ് ഇൻ എ സെന്റൻസ് റെപ്രസെന്റ് എ പേഴ്സൺ ഓർ തിങ് പെർഫോമിങ് ആൻ ആക്ഷൻ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഡെഫിനിഷനിലോട്ട് വരികയാണെങ്കിൽ, ദി വെർബ് ഇൻ എ സെന്റൻസ് ഈസ് കോൺജുഗേറ്റഡ് അക്കോർഡിംഗ് ടു ദി നോമിനാറ്റീവ് ഇൻ എ സെന്റൻസ്. ദി വെർബ് ഇൻ എ സെന്റൻസ് ഈസ് കോൺജുഗേറ്റഡ് അക്കോർഡിംഗ് ടു ദി നോമിനാറ്റീവ് ഇൻ എ സെന്റൻസ്. ഒരു വാക്യത്തിലെ നോമിനാറ്റീവിനനുസരിച്ചായിരിക്കും സെന്റൻസിലെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി വെർബ് കോൺജുഗേഷൻ എല്ലാം മറ്റൊരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കാം. നമുക്ക് മുമ്പേ എടുത്ത എക്സാമ്പിൾ തന്നെ നമുക്ക് ഇതിൽ നോക്കാം. ഐ റീഡ് ബുക്ക്. ഐ റീഡ് ബുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ വെർബ് ഏതാണ്? ലേസൺ. ലേസൺ ആണ് ഇതിൻ്റെ അകത്തെ വെർബ്. ലേസൻ്റെ കോൺജുഗേഷൻ എങ്ങനെ പോകും? ഇഷ് ലേസെ, ദു ലീസ്റ്റ്, എർസിയസ് ലീസ്റ്റ്, വിയർ ലേസൺ, ഇയർ ലേസ്റ്റ്, സിസി ലേസൺ. ഇതിലെ സബ്ജക്റ്റ് വന്നേക്കുന്ന ഇഷ്, ഞാൻ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഇഷ് ലേസെ ബുഹ്. ഇഷ് ലേസെ ബുഹ്. നോമിനാറ്റീവിനനുസരിച്ചായിരിക്കും വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്നത്. വെർബ് സ്റ്റം പ്ലസ് ഇ. ഇനി നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ എടുത്തത് ഹി ഡു ഹോംവർക്ക് ആയിരുന്നു. അതെങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത്? എർ മാഹ്റ്റ് ഹൗസ് ഓഫ് ഗാബൻ. മാഹനാണ് നമുക്ക് ഇതിനകത്തെ വെർബ് വന്നേക്കുന്നത്. ടു ഡു ആണ്. അപ്പോൾ അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെ വരും? ഇഷ് മാഹെ, ദു മാക്സ്റ്റ്, എർസിയസ് മാഹ്റ്റ്, വിയർ മാഹൻ, ഇയർ മാഹ്റ്റ്, സിസി മാഹൻ. അപ്പോൾ എറിൽ ഇതിൻ്റെ കോൺജുഗേഷൻ മാഹ്റ്റ് വന്നു. എങ്ങനെ വന്നു? എർ മാഹ്റ്റ് വെർബ് സ്റ്റം പ്ലസ് ടി, മാഹ് പ്ലസ് ടി, എർ മാഹ്റ്റ് ദി ഹൗസ് ഓഫ് ഗാബൻ. ഇനി നമ്മുടെ അവസാനത്തെ എക്സാമ്പിൾ ആയിരുന്നു വി ലേൺ ജർമ്മൻ. വി ലേൺ ജർമ്മൻ. വിയർ ലേണൻ ഡോയ്ച്ച്. വിയർ ലേണൻ ഡോയ്ച്ച്. ഇതിൻ്റെ അകത്ത് നമ്മുടെ വെർബ് ലേണൻ ആയിരുന്നു. അപ്പോൾ ലേണൻ്റെ കോൺജുഗേഷൻ എങ്ങനെ വരും? ഇഷ് ലേണെ, ദു ലേൺസ്, എർസിയസ് ലേൺഡ്, വിയർ ലേണൻ, ഇയർ ലേൺഡ്, സിസി ലേണൻ. ക്ലിയർ അല്ലേ? അപ്പം വിയർ ലേണൻ വെർബ് സ്റ്റം പ്ലസ് ഇ എൻ. വിയർ ലേണൻ ഡോയ്ച്ച്. അപ്പം നമുക്ക് രണ്ടാമത്തെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. ദി വെർബ് ഇൻ എ സെന്റൻസ് ഈസ് കോൺജുഗേറ്റഡ് അക്കോർഡിംഗ് ടു ദി നോമിനാറ്റീവ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിലെ നോമിനാറ്റീവിനനുസരിച്ചായിരിക്കും വെർബ് എപ്പോഴും കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആദ്യത്തെ 2 ഡെഫിനേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മൂന്നാമത്തെ ഡെഫിനേഷനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ഡെഫിനേഷനാണ് ദി കൺട്രോൾ ക്വസ്റ്റ്യൻ ഫോർ ദി നോമിനാറ്റീവ് ഈസ് ഹു ഓർ വാട്ട്. Who or what. The control question of the nominative is who or what.
ഒരു സെന്റൻസിലെ നോമിനാറ്റീവ് നിർണ്ണയിക്കുന്നതിനുള്ള ചോദ്യം ആര് അല്ലെങ്കിൽ എന്ത് എന്നാണ്. ഒരു സെന്റൻസിലെ നോമിനാറ്റീവ് നിർണ്ണയിക്കുന്നതിനുള്ള ചോദ്യം ആര് അല്ലെങ്കിൽ എന്ത്. ഇത് ഓർത്ത് വെച്ചോണേ. ഈ ചോദ്യം വെച്ച് നമുക്ക് സെന്റൻസിലെ നോമിനാറ്റീവ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിലും നമുക്ക് നമ്മുടെ മുമ്പത്തെ 3 എക്സാമ്പിളുകൾ എടുക്കാം. ഒന്നാമതായി ഐ റീഡ് ബുക്ക്. നമുക്ക് അതെങ്ങനെ പറയാം? ഇഷ് ലേസ് എ ബുക്ക്. ഈ സെന്റൻസിലെ വെർബിനോട് ഞാൻ ചോദിക്കുക, ആരാണ് ബുക്ക് വായിക്കുന്നത്? ആരാണ് ബുക്ക് വായിക്കുന്നത്? ഞാൻ. ഈ സെന്റൻസിലെ വെർബിനോട് ഞാൻ ചോദിക്കുക ഹു റീഡ് ദി ബുക്ക്. അപ്പോൾ ഞാൻ പറയുന്നു ആര്, ഞാൻ. അപ്പോൾ ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ഇഷ്. ഇനി രണ്ടാമത്തെ നമ്മുടെ സെന്റൻസ് ആയിരുന്നു എർ മാഹ്റ്റ് ദി ഹൗസ് ഓഫ് കാർബൺ. ഞാൻ ആ വെർബിനോട് ചോദിക്കുകയാണ്, മാഹൻ എന്ന വെർബിനോട് ചോദിക്കുകയാണ് ആരാണ് ഹൗസ് ഓഫ് കാർബൺ ചെയ്തത്? ഹി. എർ മാഹ്റ്റ് ദി ഹൗസ് ഓഫ് കാർബൺ. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ വി ലേൺ ജർമ്മൻ. വിയർ ലേണൻ ഡോയ്ച്ച്. ഈ ലേണൻ എന്ന വെർബിനോട് ഞാൻ ചോദിക്കുകയാണ് ആരാണ് ജർമ്മൻ പഠിച്ചത്? ഹു ലേൺസ് ജർമ്മൻ. അപ്പോൾ എന്ത് പറയും? വി ലേൺ ജർമ്മൻ. അപ്പോൾ ഈ സെന്റൻസിലെ നോമിനാറ്റീവ് എന്താണ്? വി. നമ്മൾ എന്താണ് നോമിനാറ്റീവ് എന്ന് പഠിച്ചു. 3 ഡെഫിനിഷൻ പഠിച്ചു. എന്തൊക്കെയാണ്? ദി നോമിനാറ്റീവ് ഇൻ എ സെന്റൻസ് റെപ്രസെന്റ് എ പേഴ്സൺ ഓർ തിങ് പെർഫോമിങ് ആൻ ആക്ഷൻ. രണ്ടാമതായി ദി വെർബ് ഇൻ എ സെന്റൻസ് ഈസ് കോൺജുഗേറ്റഡ് അക്കോർഡിംഗ് ടു ദി നോമിനാറ്റീവ് ഇൻ എ സെന്റൻസ്. മൂന്നാമതായി ദി കൺട്രോൾ ക്വസ്റ്റ്യൻ ഫോർ ദി നോമിനാറ്റീവ് ഈസ് ഹു ഓർ വാട്ട്. ഇതിനെക്കുറിച്ചാണ്. നമുക്ക് ആദ്യം എന്താണ് നോമിനാറ്റീവ് വെർബ് എന്ന് നോക്കാം. ഇൻ ജർമ്മൻ ലാംഗ്വേജ് മോസ്റ്റ് ഓഫ് ദി വെർബ് റിക്വയർസ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്യൂസാറ്റീവ്. ജർമ്മൻ ഭാഷയിലെ മിക്കവാറും എല്ലാ വെർബിനും ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അക്യൂസാറ്റീവ് ആയിരിക്കും ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്യൂസാറ്റീവ് കേസിലോട്ട് കടന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ജർമ്മൻ ലാംഗ്വേജിലെ മിക്കവാറും വെർബുകളെല്ലാം തന്നെ അക്യൂസാറ്റീവിലായിരിക്കും. ബട്ട് സം സ്പെസിഫിക് വെർബ് ഈസ് യൂസ്ഡ് ഓൺലി വിത്ത് നോമിനാറ്റീവ് കേസ്. പക്ഷേ ചില സ്പെസിഫിക് വെർബുകൾ നോമിനാറ്റീവ് കേസിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ദേ ഡു നോട്ട് റിക്വയർസ് ആൻ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ഓർ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ചില വെർബുകൾ നോമിനാറ്റീവിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിന് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് റിക്വയർ ചെയ്യുന്നില്ല. ജർമ്മൻ ഭാഷയിലെ മിക്കവാറും വെർബുകളെല്ലാം അക്യൂസാറ്റീവിലായിരിക്കും. എന്നാൽ ചില വെർബുകൾ മാത്രമുണ്ട് നോമിനാറ്റീവിൽ മാത്രം വരുന്നത്. അത്തരത്തിലുള്ള വെർബുകൾ നമ്മൾ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് വരാറില്ല. അങ്ങനെ ഒരു 5 വെർബാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് സൈൻ. സൈൻ എന്താണ്? ടു ബി. രണ്ടാമതായി നമ്മൾ പഠിക്കുന്നതാണ് വേർഡൻ. വേർഡൻ ടു ബിക്കം. വേർഡൻ ടു ബിക്കം. മൂന്നാമതായി നമ്മൾ പഠിക്കുന്നതാണ് ബ്ലൈബൻ. ബ്ലൈബൻ ടു സ്റ്റേ. നാലാമതായി നമ്മൾ പഠിക്കുന്നതാണ് ഹൈസൻ. ഹൈസൻ എന്ന് വെച്ചാൽ ടു ബി കോൾഡ്. അഞ്ചാമതായി നമ്മൾ പഠിക്കുന്നതാണ് ഷൈനൻ. ഷൈനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സീം. ഈ 5 വെർബാണ് നോമിനാറ്റീവ് വെർബ്സ് ആയിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇനി നമുക്ക് അതിലെ ഒരു 3 വെർബിൻ്റെ എക്സാമ്പിൾ നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ സൈൻ എടുത്തു. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. സൈൻ്റെ കോൺജുഗേഷൻ നമുക്കറിയാലോ. ഇഷ് ബിൻ, ദു ബിസ്റ്റ്, എർ സി എസ് ഈസ്റ്റ്, വെയർ സിൻറ്റ്, ഇയർ സൈഡ്, സി സി സിൻറ്റ്. അപ്പം ഐ ആം എ ടീച്ചർ എന്നെങ്ങനെ പറയും? ഇഷ് ബിൻ ഐൻ ലെയറർ. രണ്ടാമതായി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വേർഡൻ. വേർഡൻ ടു ബിക്കം. വേർഡൻ ടു ബിക്കം. ഓക്കെ, ഞാൻ ഒരു സെന്റൻസ് പറയാണ്. ഷീ ഈസ് ബിക്കമിങ് എ സിംഗർ. അവൾ ഒരു പാട്ടുകാരിയാകുകയാണ്. അതെങ്ങനെ എഴുതും? ഈസ് ബിക്കമിങ്. നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ ING ഫോം ഇല്ല. അപ്പം ഈസ് ബിക്കമിങ്ങിൻ്റെ അകത്ത് നമ്മൾ ബിക്കം മാത്രം എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ടു ബിക്കംൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇഷ് വെർഡെ, ദു വിർസ്റ്റ്, RCS വിർഡ്, വെയർ വേർഡൻ, ഇയർ വേർഡൻ, CC വേർഡൻ. അപ്പം ഷീ ബിക്കം എന്നെങ്ങനെ പറയും? സി വിർഡ് ഐനെ സേങ്ങറിൻ. സി വിർഡ് ഐനെ സേങ്ങറിൻ. ഇനി നമുക്ക് അവസാനമായ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഈ കേസ് നിർത്താം. ബ്ലൈബൻ. ബ്ലൈബൻ എന്താണ്? ടു സ്റ്റേ. ദി വെദർ സ്റ്റേസ് വാം. ദി വെദർ സ്റ്റേസ് വാം. ബ്ലൈബൻ്റെ കോൺജുഗേഷൻ എങ്ങനെ വരും? ഇഷ് ബ്ലൈബെ, ദു ബ്ലൈബ്സ്, RCS ബ്ലൈബ്ഡ്, വെയർ ബ്ലൈബൻ, ഇയർ ബ്ലൈബ്ഡ്, CC ബ്ലൈബൻ. ദി വെദർ. വെദർ അല്ലേ? നമ്മളപ്പോൾ ഏതിൻ്റെ കോൺജുഗേഷൻ എടുക്കും? RCSൻ്റെ അകത്തെ ഇറ്റിൻ്റെ കോൺജുഗേഷൻ എടുക്കും. ഇറ്റ് സ്റ്റേസ് വാം എന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ ഇറ്റിൻ്റെ കോൺജുഗേഷൻ എടുക്കും. അപ്പോൾ ഇതെങ്ങനെ എടുക്കും? ദ സ്വെറ്റർ ബ്ലൈബ്ഡ് വാം. ഓക്കെ, ഇത്രയാണ് നോമിനാറ്റീവ് വെർബ്സ്. 5 നോമിനാറ്റീവ് വെർബ്സ് കഴിഞ്ഞു. ഇത്രയാണ് നോമിനാറ്റീവ് കേസിലെ പാർട്ട് 1 വീഡിയോ. എന്തൊക്കെ നമ്മൾ പഠിച്ചു? എന്താണ് നോമിനാറ്റീവ് എന്നും പഠിച്ചു. ഏതൊക്കെയാണ് നോമിനാറ്റീവ് വെർബ്സ് എന്നും പഠിച്ചു. താങ്ക് യു.